നമസ്കാരം. ജ്യോതിഷ റിസർച്ച് സെന്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഇന്നിവിടെ പറയാൻ പോകുന്നത് 3 രാശിക്കാരുടെ ശനിമാറ്റത്തെ കുറിച്ചാണ്. ശനിമാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റത്തെക്കുറിച്ച്. കണ്ടകശനി തീരാൻ പോകുകയാണ്. കണ്ടകശനി തീരുക എന്നാൽ സന്തോഷപ്രദമാണ്. പ്രധാനമായിട്ട് ഇടവരാശിക്കാർ. ഇടവരാശിയിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി പൂർണ്ണമായിട്ട് മകയിരത്തിന്റെ ആദ്യ പകുതി. ഈ 2.25 നക്ഷത്രക്കാർക്ക് ശനി 10-ൽ സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണിപ്പോൾ. കർമ്മഭാവത്തിൽ ശനി നിൽക്കുന്ന കാലം. ഇപ്പോൾ കർമ്മഭാവത്തിൽ നിന്നും ശനി മാറുകയാണ്. അതായത് കണ്ടകശനി അവസാനിക്കുകയാണ്. ശനി മാറുക എന്ന് പറഞ്ഞാൽ തൊഴിലുമായി പ്രശ്നമുണ്ടാകുക, ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി ഈ രാശിക്കാർക്ക് 11ലേക്ക് ശനി മാറുകയാണ്. ശനി 11ലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തതായി ചിങ്ങരാശിക്കാർ. മകം, പൂരം, ഉത്രത്തിന്റെ 1/4 ഭാഗം. ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ടകശനി തീർന്ന് അഷ്ടമശനിയിലേക്ക് മാറിയിരിക്കുകയാണ്. അഷ്ടമശനി കുറച്ച് കഷ്ടനഷ്ടങ്ങൾ വരുത്തുമെങ്കിലും കണ്ടകശനിയെ പോലെ മാരകമല്ല. കണ്ടകശനി 7-ാം ഭാവത്തിൽ വന്ന സമയമാണ് നിങ്ങളിൽ കടന്നുപോയത്. പലതരത്തിലുള്ള ദോഷങ്ങൾ, ദാമ്പത്യ പരാജയം, ദാമ്പത്യത്തിൽ വന്ന വിള്ളലുകൾ, പ്രശ്നങ്ങൾ, ദാമ്പത്യ കലഹം, ഇതിൽ നിന്ന് എല്ലാം ഇവർക്ക് മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുകയാണ്. വിവാഹം നോക്കാൻ പോകുന്നവർക്ക് വിവാഹം നടക്കും. 2025 മാർച്ച് മാസം 30-ാം തീയതിയോടെ സമയദോഷങ്ങളെല്ലാം മാറുകയാണ്. മൂന്നാമത് വൃശ്ചിക രാശിക്കാർ. വൃശ്ചിക രാശിക്കാർ വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട, ഈ 2.25 നക്ഷത്രക്കാർക്ക് ശനി കണ്ടകശനി 4-ൽ നിൽക്കുന്നു. ശനി 4-ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 4-ാം ഭാവത്തിൽ ശനി നിന്ന കാലഘട്ടമായിരുന്നു. പലതരത്തിലുള്ള വിഷമങ്ങളെ കൊടുക്കുന്ന ദിവസങ്ങളാണ്. 4-ൽ നിന്ന ശനി അപകടങ്ങൾ, രോഗാവസ്ഥ, ദുരിതങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ഈ കാലഘട്ടം. ഇതിനെല്ലാം മുക്തി ഉണ്ടായി ശനി 5ലേക്ക് പ്രവേശിക്കുകയാണ്. ഐശ്വര്യസ്ഥാനത്തേക്ക് ശനി വരികയാണ്. അത് വേഴക്ഷേത്രത്തിലേക്ക് ശനി എത്തുകയാണ്. 5ലെ ശനിക്ക് പ്രത്യേക ശക്തിയുണ്ട്. അത് നിങ്ങളിൽ വളരെ നല്ല സമയമാണ്. ഈ പറഞ്ഞ 3 രാശിക്കാർക്കാണ് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ച നരകയാതനകളെല്ലാം മാറി ഐശ്വര്യപൂർണമായ കാലത്തിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു ചേരുകയും ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. സമയേശ്വരി വരാഹി